ലില്ലിയുടെ സഹായം കിട്ടിയാലേ പ്രീതിയെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കാൻ പറ്റൂ. എനിക്കൊന്നും അറിയില്ല സർ. പ്രീതി ലില്ലിയുടെ സ്നേഹിതയല്ലേ? അപ്പോൾ പ്രീതി പോയത് എവിടെയാണെന്ന് ലില്ലിക്ക് തീർച്ചയായിട്ടും അറിയാം. എനിക്കൊന്നും അറിയില്ല സർ. ചേച്ചേ, കരച്ചിൽ കാണാനല്ല വിളിച്ചത്. പേടിക്കേണ്ട ആവശ്യമില്ല. കുട്ടിക്ക് വല്ലതും അറിയാമെങ്കിൽ പറയൂ. ഞാൻ പ്രീതിയെ കണ്ടിട്ട് കുറെ ദിവസമായി. അമ്മയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോയിരുന്നു. എപ്പോഴാണ് അവളെ അവസാനമായി കണ്ടത്? ഒരാഴ്ചയിൽ കൂടുതലായി കാണും. പ്രീതി ഇതിനു മുൻപ് ക്ലാസ്സിൽ വരാതിരുന്നിട്ടുണ്ടോ? ഞാൻ ക്ലാസ്സിൽ പോകാത്തപ്പോ പ്രീതിയും ക്ലാസ് കട്ട് ചെയ്യും. എന്റെ മുറിയിൽ വന്നിരിക്കും. ആട്ടെ, അവൾ ലില്ലിയോട് വല്ല വിഷമങ്ങളും പറയാറുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാറില്ല. ലില്ലി അല്ലാതെ അവൾക്ക് വേറെ ഫ്രണ്ട്സ് വല്ലവരുമുണ്ടോ? എനിക്കറിയില്ല. എനി ബോയ് ഫ്രണ്ട്സ്? എനിക്കറിയില്ല. പ്രീതി ആരെയും പ്രേമിച്ചിരുന്നില്ലേ? എനിക്കറിയില്ല. ലില്ലി പോയിക്കൊള്ളൂ. ലില്ലി, പ്രീതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം. മറ്റ് ഡ്രഗ്സ് പോലെയല്ല. പെൺകുട്ടികളാണ് ഇത് അധികവും കഴിക്കുന്നത്. വിസ്കി, ജിൻ, ബ്രാൻഡി, വൈൻ, എല്ലാ മദ്യത്തിന്റെ അംശമുള്ള ചോക്ലേറ്റ്സും കിട്ടും. പ്രീതിയും ഇത് കഴിച്ച് ശീലിച്ചിരിക്കാം, അല്ലെങ്കിൽ അവൻ ശീലിപ്പിച്ചിരിക്കാം. ഇത്തരം സാധനങ്ങൾ നൽകിയാൽ ആരെയും നമുക്ക് അടിമയാക്കി മാറ്റാൻ കഴിയും. പ്രീതിയെ ചാർലി ഈ മാർഗത്തിലൂടെ സ്വാധീനിച്ചിരിക്കാം. ഈ ചാർലി ആരാണ്? അതാണ് നമുക്കറിയേണ്ടത്. ലില്ലിക്ക് ഇവനെപ്പറ്റി അറിയാതിരിക്കില്ല. അവൾ ഭയം കൊണ്ടാണ് പറയാതിരിക്കുന്നത്. ശരിയാണ്, ചെറിയ ഹൃദയമല്ലേ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ദാറ്റ്സ് ആൻ ഐഡിയ. ഞാൻ ലില്ലിയിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാനാണ് വിളിച്ചത്. പോലീസ് ലില്ലിയെ ചോദ്യം ചെയ്താൽ ഞാൻ അറിഞ്ഞു. ലില്ലി അവരോടൊന്നും പറഞ്ഞില്ലെന്നും ഞാൻ അറിഞ്ഞു. ഇനി അവർ ലില്ലിയെ ചോദ്യം ചെയ്യില്ലെന്ന് ലില്ലിക്ക് തോന്നുന്നുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഒരുപക്ഷെ പ്രീതിയെ കണ്ടുപിടിക്കുന്നവരെ ലില്ലി അവർ ചോദ്യം ചെയ്യുന്ന വരും. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോ ലില്ലി പറയാത്ത ചില കാര്യങ്ങൾ കുറേശ്ശെയായി പറഞ്ഞുവെന്ന് വരും. അവസാനം സത്യം മുഴുവൻ പറഞ്ഞാലും അവർ ലില്ലി വിശ്വസിച്ചെന്ന് വരില്ല. ഒടുവിൽ കോളേജ് മുഴുവൻ അറിയും. ഞാൻ പറയുന്നത് ലില്ലിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ലില്ലിക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഇവിടങ്ങ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാട്ടുചെടികൾ നിറഞ്ഞ പ്രദേശമായിരുന്നു. തനിയെ വരാൻ ഭയം തോന്നും. ആരാണ് ഈ ചാർലി? പറയൂ ലില്ലി, ആരാണ് ചാർലി? ലില്ലിക്ക് അറിയാമെന്ന് എനിക്കറിയാം. പേടിക്കാതെ പറയൂ. നമുക്ക് പ്രീതി തിരിച്ചു കൊണ്ടുവരണ്ടേ? ലില്ലിക്ക് പ്രീതിയെ കാണാൻ ആഗ്രഹമില്ലേ? പറയൂ ലില്ലി, ആരാണ് ചാർലി? നീ പറയില്ലല്ലേ? ആരാണ് ചാർലി? ഐ എം സോറി. കരയാതെ, കാൽ കയറൂ. ചലെ കയറൂ.
ഓക്കെ, ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ചെയ്യൂ. സാക്ഷികളുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ ഒരിക്കൽ കൂടി എന്നെ കാണിക്കണം. ഓക്കെ സാർ. പ്രത്യേകിച്ചും ആദ്യം വിസ്തരിക്കുന്ന സാക്ഷികളുടെ. യെസ് സാർ. യെസ്, പ്രീതിയുടെ ഡാഡി ഉണ്ടോ? ഉണ്ട്, വരൂ. വരൂ, ഇരിക്കൂ. ഇതാണോ ചാർലി? അതെ. ഇവന് പ്രീതിയുമായി എങ്ങനെ പരിചയം? Thank you.